വെൽക്കം ബാക്ക് ടു അവർ ഹൗസ് ക്ലീൻ സെക്കൻഡ് പാർട്ട്. ഈ വീടിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണിപ്പോൾ ഇരിക്കണ കോലം. അതായത് മൊത്തം ക്ലീൻ ചെയ്ത് ഇതേമാതിരി തട്ടൊക്കെ അടിച്ച്, തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അവിടെ ഈ സൈഡിൽ മറ്റേ വട്ടയുടെ തണ്ടുണ്ട്. വട്ടയുടെ തണ്ട് വെച്ചിട്ട് നമ്മൾ ഈ വീടിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടിയ സാധനങ്ങളുണ്ട്. ഈ മരങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ 2-3 പീസ് കിട്ടിയിരുന്നു. ആ കാലൊക്കെ വെച്ച് നമ്മൾ ഇതേമാതിരി തട്ടടിച്ച് ടാർപ്പായ വലിച്ച് കെട്ടിയുള്ള പരിപാടിയാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക്, അതായത് എന്നെ കൊണ്ടും അപ്പനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. കാരണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്, കാരണം കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. അപ്പച്ചനറിയാം, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അപ്പച്ചൻ ഇങ്ങോട്ട് വലിക്കാൻ പറഞ്ഞാൽ തെക്കോട്ട് വലിക്കും, തെക്കോട്ട് വലിക്കാൻ പറഞ്ഞാൽ വടക്കോട്ട് വലിക്കും. സോ അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് 2 ചേട്ടന്മാരെ വിളിച്ച് വരുത്തി. അവരൊക്കെ ഉള്ളതുകൊണ്ട് പരിപാടി സ്മൂത്തായിട്ട് പോയി. ഇപ്പോൾ ഇത് ആദ്യത്തെ ആ ചേട്ടൻ ഉണ്ണീന്ന പേര്, പിന്നെ ഈ ചേട്ടൻ്റെ പേര് ആനന്ദ്. അങ്ങനെ സെറ്റ് അവിടെ നിന്ന് വലിച്ചു കെട്ടി അതിൻ്റെ ഓരോ വള്ളികൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടി സെറ്റ് ചെയ്യണത്. വീടിൻ്റെ അകത്തെ പോലെ ഇതാണ് ഉരച്ച് ക്ലീൻ ചെയ്ത് മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. പിന്നെ സൈഡിലൊക്കെ കുറച്ച് അപ്പം ചവറുണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിട്ട് ഈ പറഞ്ഞ മാതിരി എന്താ പറയുക കത്തിച്ച് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടപ്പുറത്തൊരു കിണറുണ്ട്. കിണറ്റിൽ നിന്ന് മോട്ടർ അടിച്ച് വെള്ളം അടിച്ച് ഇതിൻ്റെ അകത്തേക്ക്. കാരണം കുറേ നാൾ പൊട്ടിപ്പോൾ നടക്കുന്ന സംഭവമല്ല. അപ്പോൾ ഇതിനുള്ളിൽ കയറി കിടക്കണമെങ്കിൽ തന്നെ മൊത്തം ക്ലീൻ ചെയ്യണം. കുറേ പൊടികളുണ്ട്. കിണറ്റിൻ്റെ മോട്ടർ വെച്ച് മൊത്തം അങ്ങോട്ട് അടിച്ചു. ചുമരുമ്മയും നിലത്തും അവിടെ ഇവിടെ ഒക്കെ അടിച്ച് അങ്ങോട്ട് കഴുകി. പിന്നെ വീടിൻ്റെ അകത്ത് കുറേ ഓട്ടമുള്ളതുകൊണ്ട് വെള്ളം ഇരുന്നോളും അതിനുള്ളിൽ. പിന്നെ കുറേയൊക്കെ നമ്മൾ അടിച്ചും കോരിയും കളഞ്ഞു. അത്യാവശ്യം മീൻസ് ചൊമ്പിത്തി തൊട്ട് താഴത്തോട്ട് വരെ നമ്മൾ കിണറ്റിലെ മോട്ടർ വെച്ച് മൊത്തം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇതേമാതിരി ഈ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ വെള്ളമടിച്ച് കഴുകി. കാരണം നമ്മളധികം കുറേ നാൾ യൂസ് ചെയ്യാത്തൊരു വീടായിരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് പാമ്പും കോപ്പൊക്കെ ഓരോന്നുള്ള ഡൗട്ട് കൊണ്ട് എല്ലാ മുക്കിലും മൂലയിലും ഗ്യാപ്പിലും മൊത്തം മോട്ടർ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു. സത്യം പറഞ്ഞാൽ മറ്റേ വാഷർ വെച്ചിട്ട് ഗൺ പോയിന്റിലുള്ള സാധനം വെച്ചിട്ട് അടിച്ചാൽ മതി. അതുകൊണ്ട് ടൈം ഉണ്ടായില്ല. അപ്പോൾ ഇത് വെച്ച് സെറ്റ് ചെയ്ത് മൊത്തം അടിച്ച് ക്ലീൻ ചെയ്ത്. ഇപ്പോൾ എന്താണ് കറണ്ട് ഇപ്പോൾ ഈ ബ്ലാക്ക് ടാർപ്പായി സൈഡിലിട്ടാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്നൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാർപ്പായി സൈഡിൽ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും അകത്തോട്ട് പോകത്തില്ല, അതിൽ തട്ടി താഴത്തോട്ട് തന്നെ വരും. എന്നിട്ട് പിന്നെ വെള്ളം അടിച്ചിട്ട് കുറേ വെള്ളം പുറത്തേക്ക് പോകാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഇതേമാതിരി അറ്റത്ത് ചെടിയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി വെള്ളം അടിച്ചിട്ട് കോലരി പോലത്തെ മറ്റേ എൻ്റെ പേരും പറഞ്ഞില്ല, ഈ സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ വാരി എല്ലാം പുറത്തേക്കും കളയും. ഇങ്ങനെ അതായത് ചെളി അവിടെ നിന്ന് ഇളക്കി ഞാൻ ഇളക്കി കൊടുക്കുക. ആ ചേട്ടൻ അവിടെ നിന്ന് അങ്ങനെ ബാക്കി എന്നുള്ള ചേട്ടൻ നൈസായിട്ട് എടുത്ത് പുറത്തേക്ക് കളയും. അങ്ങനെ കുറേ പണി പെട്ടു കേട്ടോ. ഈ സാധനം ഒരു ഷെഡ് കെട്ടാനായിട്ട് ശരിക്കും ഒരു ദിവസമൊക്കെ മതി പറയണ്ടത്, സാധാരണ ഷെഡ്. പക്ഷെ നേരം മറിച്ച് നമ്മളൊരു പൊട്ടിപ്പൊളിഞ്ഞ് വീട് ക്ലീൻ ചെയ്ത് നന്നാക്കി എടുത്ത് ഷെഡാക്കാൻ നമുക്ക് വേണ്ടി വന്നത് 3 ദിവസം എടുക്കേണ്ടി വന്നു. ഇത് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം മൊത്തം തീർത്ത് 4ാമത്തെ ദിവസം രാവിലെ എൻ്റെ പുതിയ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യണം തന്നെ. അവിടെ നിന്നുള്ള സാധനങ്ങൾ മൊത്തം ഇതിലേക്ക് മാറ്റി. ഇപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടെ, ഇത് അടുക്കളയിലെ വശമാണ്. അടുക്കളയിലാണ് കുറച്ചധികം മീൻസ് അവിടെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലെ അടുക്കളയിലായിരുന്നു കൂടുതലും ഈ പറഞ്ഞ വേസ്റ്റും ഈ പറഞ്ഞ പൊടികളും ഓടിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തെക്കെടുത്ത് കാട്ടിക്കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി നമ്മൾ. ഇതേമാതിരി എന്തൊരു പ്രശ്നം വെച്ചാൽ ഇതേമാതിരി കോരിക്കളയണം, എല്ലാം വെള്ളമടിക്കുക കോര. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പും കൂടി നമ്മൾ ഇതേമാതിരി വെള്ളമടിച്ച്. എന്നിട്ട് നമ്മളൊരു ദിവസം മീൻസ് ഒരു 2 മണിക്കൂറോളം അവിടെ ഇട്ടു. വെള്ളം വറ്റിപ്പോട്ടെ കുതിർന്നട്ടെ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇതേമാതിരി ഉണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെളിയെടുത്ത് നൈസായിട്ട് അപ്പുറത്തേക്ക് കാട്ടി കിടന്നു. സത്യം പറഞ്ഞാൽ വയ്യാണ്ടായി. കാരണം ഈ ടാർപ്പായ മേളിൽ നിന്ന് ഒരു മുടുക്കത്തെ ചൂടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയാലും 2 ദിവസമൊക്കെ ഇവിടെ കിടക്കേണ്ട വന്നു കഴിഞ്ഞാൽ വയ്യാണ്ടാവും. അത് കഴിഞ്ഞ് പുറത്തത്തെ ഇപ്പോൾ ചപ്പും ചവറൊക്കെ തീയിട്ട് ഇതേമാതിരിയാണ് ഇപ്പോൾ വീടിൻ്റെ കോലം. ഇത് ചപ്പും ചവറും തീയിട്ട് വെച്ചേക്കാം. സത്യം പറഞ്ഞാൽ ഇതാണ് വീടിൻ്റെ കറണ്ട് വ്യൂ. അതായത് അപ്പുറത്തും കാലൊക്കെ വെച്ച് ടാർപ്പായൊക്കെ ഇട്ട് നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഉള്ളിലെ ഓട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിത് പരിക്കനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മൂടി പക്ക ഒരു വീട് പോലെ ആക്കിയെടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ.